പണ്ടൊരിടത്ത് ഒരു ഗ്രാമത്തിൽ സത്യസന്ധനും ബുദ്ധിമാനുമായ ഒരാളുണ്ടായിരുന്നു. അയാളുടെ പേരാണ് സത്യാനന്ദ്. ഒരിക്കലും കള്ളം പറയാത്ത അയാളുടെ സ്വഭാവം പ്രശസ്തമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഗ്രാമത്തിലെ ആളുകൾ സത്യാനന്ദിനെ വളരെയധികം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു. ആ രാജ്യത്തിലെ രാജാവും ഗ്രാമവാസികളിൽ നിന്ന് സത്യാനന്ദനെക്കുറിച്ച് അറിയുവാൻ ഇടയായി. ഒരിക്കൽ പോലും കള്ളം പറയാത്ത സത്യാനന്ദനെ നേരിട്ട് കാണാൻ തന്നെ രാജാവ് തീരുമാനിച്ചു. അദ്ദേഹം അയാളെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു. രാജാവ് തന്നെ കാണണം എന്ന് അറിയിച്ചതും അയാൾ ഉടൻ തന്നെ കൊട്ടാരത്തിലേക്ക് പുറപ്പെട്ടു. സത്യാനന്ദനെ കണ്ടതും രാജാവ് ചോദിച്ചു, നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും കള്ളം പറഞ്ഞിട്ടില്ല എന്ന് കേട്ടു. ശരിയാണോ സത്യാനന്ദ്? രാജാവിൻ്റെ ചോദ്യം കേട്ടതും സത്യാനന്ദ് പറഞ്ഞു, അല്ലയോ രാജാവേ, അങ്ങ് കേട്ടത് പൂർണ്ണമായും ശരിയാണ്. ഞാൻ ജീവിതത്തിൽ ഇതുവരെയും കള്ളം പറഞ്ഞിട്ടില്ല, ഇനി പറയുകയുമില്ല. ഇനി ഒരിക്കലും കള്ളം പറയുകയുമില്ല എന്ന സത്യാനന്ദൻ്റെ പ്രസ്താവന രാജാവിന് ഇഷ്ടമായില്ല. രാജാവ് അദ്ദേഹത്തോട് പറഞ്ഞു, ഒരിക്കലും കള്ളം പറയുകയില്ല എന്ന അങ്ങയുടെ തീരുമാനം വളരെ നല്ലത് തന്നെ. പക്ഷേ ഒരു കാര്യം മറക്കരുത്, നമ്മുടെ നാവിൽ കള്ളം വളരെ എളുപ്പം കടന്നു വരും. അതുകൊണ്ട് ഇനി അങ്ങോട്ടും വളരെയേറെ ശ്രദ്ധിക്കണം. ഇതും പറഞ്ഞ് രാജാവ് സത്യാനന്ദനെ പോകുവാൻ അനുവദിച്ചു. സത്യാനന്ദ തിരിച്ച് തൻ്റെ ഗ്രാമത്തിലേക്ക് മടങ്ങി. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും രാജാവ് അദ്ദേഹത്തെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു. കൊട്ടാരത്തിലെത്തിയ സത്യാനന്ദ സൈനികർക്കൊപ്പം നായാട്ടിന് തയ്യാറായി നിൽക്കുന്ന രാജാവിനെയാണ് കണ്ടത്. സത്യാനന്ദനെ കണ്ടതും രാജാവ് പറഞ്ഞു, ഞാൻ നായാട്ടിനായി പോവുകയാണ്. നിങ്ങളൊരു കാര്യം ചെയ്യണം. രാജ്ഞി ഇപ്പോൾ വേറെ ഒരു കൊട്ടാരത്തിലാണ് ഉള്ളത്. നിങ്ങൾ അവിടെ പോയി രാജ്ഞിയോട് ഞാൻ ഇന്ന് നായാട്ടിനായി പോകുന്നു എന്നും നാളെ ഉച്ചയോടെ അവിടെ എത്തുമെന്നും അറിയിക്കണം. മാത്രമല്ല, നാളെ ഉച്ചയ്ക്ക് എനിക്കായി വിഭവസമൃദ്ധമായ സദ്യ ഉണ്ടാക്കുവാനും പറയണം. ഞാൻ നായാട്ട് കഴിഞ്ഞ് വന്ന് നാളെ നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം. രാജാവിൻ്റെ വാക്കുകൾ കേട്ട സത്യാനന്ദ് രാജ്ഞിയുടെ കൊട്ടാരത്തിലേക്ക് യാത്ര തിരിച്ചു. സത്യാനന്ദ് പോയി കഴിഞ്ഞതും രാജാവ് തൻ്റെ ഭടന്മാരോടായി ഇപ്രകാരം പറഞ്ഞു, ഞാൻ ഇന്ന് നായാട്ടിന് പോകുന്നില്ല. മാത്രമല്ല, ഞാൻ കൊട്ടാരത്തിലേക്ക് നാളെ കഴിഞ്ഞേ പോകൂ. ഒരിക്കലും കള്ളം പറയില്ല എന്ന് പറഞ്ഞ സത്യാനന്ദനെ കൊണ്ട് കള്ളം പറയിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. എന്നാൽ ബുദ്ധിമാനായ സത്യാനന്ദ് കൊട്ടാരത്തിലെത്തി രാജ്ഞിയോട് ഇങ്ങനെ പറഞ്ഞു, അല്ലയോ രാജ്ഞി, ഞാൻ രാജാവിൻ്റെ ദൂതുമായി വന്നതാണ്. രാജാവ് ചിലപ്പോൾ ഇന്ന് വേട്ടയ്ക്ക് പോകുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ അത് കഴിഞ്ഞ് നാളെ ഉച്ചയ്ക്ക് ചിലപ്പോൾ അദ്ദേഹം ഭക്ഷണം കഴിക്കുവാൻ ഇവിടേക്ക് വരുമായിരിക്കും. ഇത് കേട്ട രാജ്ഞിക്ക് ദേഷ്യമായി. അവർ സത്യാനന്ദനോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് പറയുന്നത്? രാജാവ് ഇന്ന് നായാട്ടിന് പോയോ? നാളെ ഇവിടേക്ക് വരുമോ? രാജാവിൻ്റെ ദൂത് എന്താണ് എന്ന് വ്യക്തമായി പറയൂ. രാജ്ഞിയുടെ ചോദ്യം കേട്ടതും സത്യാനന്ദ് പറഞ്ഞു, ക്ഷമിക്കണം മഹാരാജ്ഞി, അദ്ദേഹം ഇന്ന് നായാട്ടിന് പോകുമെന്നാണ് എന്നോട് പറഞ്ഞത്. എന്നാൽ അദ്ദേഹം പോകുന്നത് ഞാൻ കണ്ടില്ല. രാജാവ് രഥത്തിൻ്റെ സമീപത്ത് നിൽക്കുന്നതാണ് ഞാൻ കണ്ടത്. നാളെ ഭക്ഷണം കഴിക്കാൻ വരൂ എന്നും പറഞ്ഞു. എന്നാൽ അദ്ദേഹം രാജാവാണ്. എപ്പോൾ വേണമെങ്കിലും തൻ്റെ തീരുമാനം മാറ്റാൻ അദ്ദേഹത്തിന് അവകാശമുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം നായാട്ടിന് പോയോ എന്ന കാര്യത്തിലും നാളെ വരുമോ എന്ന കാര്യത്തിലും എനിക്ക് ഒരു ഉറപ്പും പറയാൻ കഴിയില്ല. സത്യാനന്ദൻ്റെ മറുപടി കേട്ട രാജ്ഞിക്ക് ഇയാൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ മറുപടി പറയുന്നതെന്ന് മനസ്സിലായില്ല. അതുകൊണ്ട് തന്നെ രാജ്ഞി സത്യാനന്ദനോട് കൂടുതലായി ഒന്നും തന്നെ ചോദിച്ചതുമില്ല. എന്നാൽ ഇതൊന്നും അറിയാത്ത രാജാവാകട്ടെ തൻ്റെ പദ്ധതി പ്രകാരം വരുമെന്ന് അറിയിച്ചതിലും ഒരു ദിവസം കൂടി കഴിഞ്ഞാണ് എത്തിയത്. സത്യാനന്ദനെ കൊണ്ട് കള്ളം പറയിപ്പിച്ചതിൻ്റെ സന്തോഷത്തിലായിരുന്നു രാജാവിൻ്റെ വരവ്. രാജ്ഞിയെ കണ്ടതും സത്യസന്ധനായ സത്യാനന്ദ് താൻ ഇന്നലെ വരുമെന്ന് കള്ളം പറഞ്ഞുവോ എന്ന് രാജാവ് തിരക്കി. രാജാവിൻ്റെ സന്തോഷത്തോടെയുള്ള ചോദ്യം കേട്ടപ്പോൾ രാജ്ഞിക്ക് കാര്യം മനസ്സിലായി. അപ്പോൾ രാജ്ഞി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഒരിക്കലുമില്ല പ്രഭു, അദ്ദേഹം ഒരു കള്ളവും പറഞ്ഞിട്ടില്ല. ബുദ്ധിമാനായ ഒരാൾ ഒരിക്കലും കള്ളം പറയുകയുമില്ല. ഇത് കേട്ട രാജാവ് അത്ഭുതപ്പെട്ടു. അദ്ദേഹം രാജ്ഞിയോട് സത്യാനന്ദ് എന്താണ് പറഞ്ഞത് എന്ന് അന്വേഷിച്ചു. രാജ്ഞി സത്യാനന്ദ് പറഞ്ഞത് എന്താണെന്ന് രാജാവിനോട് വിശദീകരിച്ചു. ഇത് കേട്ട രാജാവിന് സത്യസന്ധനായ സത്യാനന്ദിൻ്റെ ബുദ്ധിസാമർഥ്യവും മനസ്സിലായി. അദ്ദേഹം ധാരാളം സമ്മാനങ്ങളുമൊക്കെ നൽകി സത്യാനന്ദിനെ യാത്രയാക്കി.
പ്രണവപ്രകാശത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദിപരാശക്തി ലളിതാ പരമേശ്വരി ദേവി ഗുണങ്ങളൊന്നും തന്നെ ഇല്ലാത്തവളാണ്. അതുകൊണ്ടാണ് വശിന്യാദി വാഗ്ദേവതകൾ നിർഗുണ എന്ന 135 ലളിതാ സഹസ്രനാമത്തിലെ നാമമന്ത്രം കൊണ്ട് അമ്മയെ സ്തുതിക്കുന്നത്. രൂപം, ഗന്ധം, രസം, സ്പർശം, ശബ്ദം എന്നിവ പഞ്ചമഹാഭൂതങ്ങളുടെ ഗുണങ്ങളാണ്. ശരീരം ഉള്ളപ്പോഴാണ് ഗുണങ്ങൾ നിലനിൽക്കുന്നത്. ശരീരം ഇല്ലാത്തവയ്ക്ക് ഗുണങ്ങളില്ല. അമ്മ നിരാകാരയാണ് എന്ന് മുമ്പുള്ള ഒരു നാമത്തിൽ, അതായത് കഴിഞ്ഞ അധ്യായത്തിൽ വിവരിച്ചതാണ്. അമ്മ നിരാകാരയായതുകൊണ്ട് ഗുണങ്ങളൊന്നുമില്ല. ശരീരത്തെ ആശ്രയിച്ചിട്ടുള്ള സത്വം, രജസ്, തമസ് എന്നീ ഗുണങ്ങൾക്ക് വിധേയമാകാത്തവൾ എന്നും നിർഗുണ എന്ന നാമമന്ത്രത്തിന് അർത്ഥമുണ്ട്. യദുക്തം ച മയാ ദേവീ ലക്ഷണൈർവർജിതേതി ച ശൃണുതസ്യാപി വാക്യസ്യ സമ്യഗർത്ഥം വിചാരണാത്. ലക്ഷണം ദൈവകോട്യംഗ ശരീരൈകാശ്രയോ ഗുണ ഇയം തു നിർഗുണാ ദേവീ നൈവ ലക്ഷയിതും ക്ഷമാ. നാരദ മഹർഷി ഹിമവാനോട് അമ്മയെക്കുറിച്ച് പറയുന്ന പത്മപുരാണത്തിലെ ശ്ലോകങ്ങളാണിവ. ദേവി ഗുണങ്ങളൊന്നും തന്നെ ഇല്ലാത്തവളാണ്. ലക്ഷണങ്ങൾ ദേവന്മാർക്കുള്ളതാണ്, ഗുണങ്ങൾ ശരീരത്തിന് ഉള്ളതാണ്. ദേവിക്ക് ലക്ഷണങ്ങളോ ഗുണങ്ങളോ ഇല്ല. ഓം നിർഗുണായൈ നമഃ. ഓം ഓം ഹ്രീം നിർഗുണായൈ നമഃ. നിഷ്കല എന്നതാണ് ലളിതാ സഹസ്രനാമത്തിലെ 140 മന്ത്രം. അംശങ്ങൾ, അവയവങ്ങൾ, ഇങ്ങനെയാണ് കലകൾ എന്ന വാക്കിന് അർത്ഥം വരിക. അതുകൊണ്ട് കലയോട് കൂടാത്തവൾ, കലകൾ ഇല്ലാത്തവൾ എന്നാണ് ഈ നാമമന്ത്രത്തിൻ്റെ അർത്ഥം. എവിടെയും പൂർണ്ണമായിരിക്കുന്ന ആദിപരാശക്തിയെ സംബന്ധിച്ചിടത്തോളം ഇത് അമ്മയുടെ കയ്യ്, ഇത് മുഖം, ഇത് പാദം എന്നിങ്ങനെയൊന്നും പറയുവാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് അമ്മയെ നിഷ്കല എന്ന് വിളിക്കുന്നത്. പ്രപഞ്ചത്തിൽ ശാന്തി ഉണ്ടാകുന്നതിനു വേണ്ടി അമ്മ രൂപം സ്വീകരിച്ചുകൊണ്ട് അവതരിക്കുന്നു എന്നല്ലാതെ ഇതൊന്നും മഹാമായയായ അമ്മയെ ബാധിക്കുന്ന കാര്യമല്ല. നിരാകാരവും നിർഗുണവുമായതുകൊണ്ട് അമ്മയ്ക്ക് കലകൾ ഇല്ല എന്ന് അർത്ഥം. ധ്യാനം യാ നിഷ്കലാ ചിന്ത നിരാധാരാ നിരാശ്രയ ന തു ധ്യാനം ശരീരസ്യ മുഖഹസ്താദികൽപ്പന. ബ്രഹ്മം നിരാധാരവും നിരാശ്രയവും ആയതുകൊണ്ട് മുഖം, കൈകാലുകൾ എന്നിവയോടുകൂടി അല്ലാതെയുള്ള ഈശ്വര സങ്കല്പത്തെ ധ്യാനിക്കുന്നത് നിഷ്കളങ്ക ധ്യാനം ആകുന്നു എന്നാണ് ഈ ശ്ലോകത്തിലൂടെ വിജ്ഞാന ഭൈരവ ഭട്ടാരകൻ പറയുന്നത്. ഓം നിഷ്കലായൈ നമഃ. ഓം ഓം ഹ്രീം നിഷ്കലായൈ നമഃ. ലളിതാ സഹസ്രനാമത്തിലെ 141 നാമമന്ത്രമാണ് ശാന്ത എന്നത്. ശാന്തമൂർത്തിയായവൾ, ശാന്തമായിട്ടുള്ളവൾ എന്നാണ് അർത്ഥം. ഗുണങ്ങളൊന്നും തന്നെ ഇല്ലാത്തതും നിരാകാരവും നിഷ്കളങ്കവുമായ ബ്രഹ്മസ്വരൂപിണിക്ക് ശാന്തഭാവം സ്വാഭാവികം തന്നെ. അപ്രകാരമുള്ള പരബ്രഹ്മസ്വരൂപിണിയെ ഒരു തരത്തിലുമുള്ള വികാരങ്ങളും ബാധിക്കുന്നതല്ല. ദേവന്മാർക്കും മനുഷ്യർക്കുമെല്ലാം വികാരങ്ങളുടെ സമസ്ഥിതി നഷ്ടപ്പെടുമ്പോൾ അശാന്തി ഉണ്ടാകുന്നു. എന്നാൽ ഇവയ്ക്കൊക്കെ അതീതയായിട്ടുള്ള അമ്മ ശാന്തയാണ്. മന്ത്രപരമായി നോക്കുമ്പോൾ ശകാരത്തിൽ അവസാനിക്കുന്ന മന്ത്രരൂപം ഉള്ളവൾ എന്നും അർത്ഥം വരും. ഓം ശാന്തായൈ നമഃ. ഓം ഓം ഹ്രീം ശാന്തായൈ നമഃ. സ്വയം പൂർണ്ണമായ പരമാത്മചൈതന്യത്തിന് എങ്ങനെയാണ് ആഗ്രഹം ഉണ്ടാവുക? ആഗ്രഹം ഉണ്ടാവുക എന്നത് സാധ്യമല്ല തന്നെ. പൂർണ്ണമദ പൂർണ്ണമിദം എന്നാണ് ശ്രുതി. ബ്രഹ്മം പൂർണ്ണമാണ്. ബ്രഹ്മത്തിൽ നിന്നും
ഉണ്ടാകുന്ന പ്രപഞ്ചവും പൂർണ്ണം തന്നെയാകുന്നു. അവാപ്താഖില കാമായ തൃഷ്ണാ കിം വിഷയാ ഭവേത്. എല്ലാ ആഗ്രഹങ്ങളും നേടിയിട്ടുള്ള അമ്മയ്ക്ക് എന്താഗ്രഹമാണ് ഉണ്ടാവുക? ഭക്തരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുന്നതിനുള്ള കാരുണ്യമല്ലാതെ അമ്മ സ്വയം കാമങ്ങൾക്ക്, അതായത് ആഗ്രഹങ്ങൾക്ക് വിധേയമാകുന്നതല്ല. അതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഓം ശാന്തായൈ നമഃ. ഓം ഓം ഹ്രീം ശാന്തായൈ നമഃ. ലളിതാ സഹസ്രനാമത്തിലെ 143 മന്ത്രമാണ് നിരുപപ്ലവ എന്നത്. ഉപപ്ലവം എന്നതിന് നാശം എന്നാണ് അർത്ഥം. നിരുപപ്ലവം നാശമില്ലാത്ത എന്നും അർത്ഥം. അതുകൊണ്ട് നാശമില്ലാത്തവ എന്നാണ് ഈ നാമമന്ത്രത്തിന് അർത്ഥം വരുന്നത്. നിത്യ എന്ന നാമത്തിലും ഇതേ അർത്ഥം വരുന്നു. അമ്മ നിത്യയായതുകൊണ്ടാണ് നാശം ഇല്ലാത്തവൾ എന്ന് പറയുന്നത്. നാശമില്ലാത്തവൾ എന്നും ശരീരത്തിൽ അമൃതധാര ഒഴുക്കുന്നവൾ എന്നും 2 തരത്തിൽ ഈ നാമമന്ത്രത്തിന് അർത്ഥങ്ങളുണ്ട്. പ്രപഞ്ചം സൃഷ്ടിച്ച് അത് മുഴുവൻ വ്യാപിച്ച് സംരക്ഷിക്കുന്നു. അതിനെ സംഹരിച്ച് തന്നിൽ തന്നെ ലയിപ്പിക്കുകയും ചെയ്യുന്നു. അമ്മയ്ക്ക് ഭൂതം, വർത്തമാനം, ഭാവി എന്നിങ്ങനെയുള്ള 3 കാലങ്ങളിലും ഒരു ഭേദവും ഉണ്ടാകുന്നില്ല. നിർ എന്ന പദത്തിന് ധാരാളം എന്നും, ഉപ എന്ന വാക്കിന് അരികെ എന്നും, പ്ലവം എന്നാൽ ഒഴുകുന്നത് എന്നും പദങ്ങൾ പിരിച്ചുകൊണ്ട് അർത്ഥം എടുക്കുമ്പോൾ അമ്മ കുണ്ഡലിനി ശക്തിയായി ഭക്തന്മാരുടെ ശരീരം മുഴുവനും അമൃതവർഷം ഒഴുക്കുന്നു എന്നും അർത്ഥം വരും. ഓം നിരുപപ്ലവായൈ നമഃ. ഓം ഓം ഹ്രീം നിരുപപ്ലവായൈ നമഃ. ഈ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള നിഷ്കല, ശാന്ത, നിഷ്കാമ, നിരുപപ്ലവ എന്നീ 4 മന്ത്രങ്ങളും ഒരുപോലെ നല്ല ഫലങ്ങൾ നൽകുന്നവയാണ്. ഭക്തരുടെ ഇഷ്ടങ്ങളെല്ലാം സാധിച്ചു നൽകുന്ന ലളിതാ പരമേശ്വരി ദേവിയുടെ ഈ മന്ത്രങ്ങൾ ദിവസവും ജപിക്കാവുന്നവയാണ്. വെള്ളി, ചൊവ്വ എന്നീ ദിവസങ്ങളിൽ ഉത്തമമായ ഫലം നൽകും. ശാന്തമായ അന്തരീക്ഷത്തിൽ മനസ്സിനെ സ്വസ്ഥമാക്കി വച്ചുകൊണ്ട് ഏകാഗ്രമായി അമ്മയെ ധ്യാനിച്ച് ഈ മന്ത്രങ്ങൾ ജപിക്കുക. എന്നും ഉറങ്ങുന്നതിന് മുമ്പ് 5 മിനിറ്റ് നേരമെങ്കിലും ഈ 4 മന്ത്രങ്ങളും അമ്മയെ ധ്യാനിച്ചുകൊണ്ട് ജപിച്ചാൽ നല്ല ശാന്തമായ സുഖമായ നിദ്രയും അതോടൊപ്പം തന്നെ മനസ്സിന് സന്തോഷവും സൗഖ്യവും എല്ലാം ഉണ്ടാകുന്നതാണ്. കുടുംബത്തിലെ എല്ലാവരും ഒരുമിച്ചിരുന്ന ഈ മന്ത്രങ്ങൾ ഒരേ ശബ്ദത്തിൽ ഒരേ താളത്തിൽ ജപിക്കുക. 7 ദിവസം ഇങ്ങനെ ചെയ്യുമ്പോൾ കുടുംബത്തിൽ സമൂലമായ ഒരു മാറ്റം അനുഭവപ്പെടുന്നു. ആദിപരാശക്തിയായ ജഗദീശ്വരി എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ തൃപ്പാദ പത്മങ്ങളിൽ ശതകോടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.